ചപ്പാത്തിക്ക് അല്ലെങ്കിൽ കൂട്ടുകറിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാനൊരു ഫുൾ കോളിഫ്ലവർ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഫ്ലോററ്റ്സ് ഒക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ഇട്ട് വെക്കുന്നുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു മിക്സി എടുക്കുക. അതിലേക്ക് 3 ടൊമാറ്റോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. 6 to 7 നമ്മുടെ ഗാർലിക് എടുക്കുക. ഒരു പീസ് ജിഞ്ചറിൻ്റെയും ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മൂത്തായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവർ എന്നുള്ള വെള്ളത്തിലിട്ട് വെച്ചത് 10 മിനിറ്റ് ആയിട്ടുണ്ടാവും ഏകദേശം. ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അപ്പോൾ ആ വെള്ളമൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. നെക്സ്റ്റ് ഒരു ചീഞ്ചട്ടി എടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവോള ആഡ് ചെയ്ത് കൊടുക്കുക. നീളത്തിലരിഞ്ഞതാണ്. പിന്നെ അതിലേക്ക് 1-2 മിളക് നിങ്ങൾ എരിക്കനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരെണ്ണം നടുക്കിന്ന് സ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്ത് വരിക. ഇത് ജസ്റ്റ് ഒന്ന് ഇച്ചിരി പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി കളറൊന്ന് ഇച്ചിരി മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ തക്കാളിയുടെ മിക്സറിൽ അടിച്ച് വെച്ച സാധനം ഉണ്ടായിരുന്നല്ലോ, അത് അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ നേരം തക്കാളി വാടാൻ വേണ്ടി കാത്തിരിക്കണം കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് നല്ല കട്ടിയാവണം വരെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല കട്ടിയാവണം. ടൊമാറ്റോയുടെ പച്ചമണം ഒന്ന് മാറണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് അത്രയും വേണ്ടി വരില്ല, അതിന് മുന്നേ ആവും കേട്ടോ. അതൊന്ന് കട്ടിയായി വരുമ്പോൾ അതിലേക്കൊരു അര ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ. 1 ടീസ്പൂൺ നിറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇച്ചിരി കൂടുതലിട്ട പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ ഒന്ന് തന്നെ ഉള്ളൂ. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയുടെ പച്ചമണം മാറണം. പിന്നെ നമ്മുടെ മസാല നല്ലോണം കുക്കാവും വേണം. അപ്പോൾ അതിന് മുന്നായിട്ട് ജസ്റ്റ് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു കേട്ടോ. അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്തായാലും. അത് ആഡ് ചെയ്തിട്ട് സൈഡിൽ നിന്ന് എണ്ണ വിട്ട് വരുന്ന ഒരു രീതിയിലാവുമല്ലോ. ഇപ്പം എണ്ണയൊന്നുമില്ല, ഇച്ചിരി കൂടി കഴിഞ്ഞാൽ എണ്ണ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പോലെയാവും. അതുവരെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം മസാല ഓക്കെ ആയെന്നുള്ളത് മനസ്സിലായി തുടങ്ങും. അപ്പോൾ ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായി ആവും, മസാലയാവും. അതൊക്കെ മൂന്നും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ കണ്ടോ എണ്ണ വരുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ? ആ പരുവത്തിലാവുമ്പോൾ നമ്മൾ കോളിഫ്ലവർ നമ്മൾ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കോളിഫ്ലവർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം നല്ലോണം തീ കുറച്ചിട്ടിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ആ കോളിഫ്ലവർ നമ്മളൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കോളിഫ്ലവറിൽ നല്ലോണം പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ്സോളം നല്ലോണം കോളിഫ്ലവറിൽ ഈ സാധനം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം മസാല പിടിച്ച രീതിയിലായി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. നല്ലോണം വേവിക്കണം. നല്ലോണം വെന്ത് വരുന്ന വരെ നന്നായി ഒന്ന് അടച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കാൻ മറക്കരുത് കേട്ടോ, അടി പിടിക്കരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം വെള്ളം വറ്റി പോവും വേണം. നമ്മുടെ കോളിഫ്ലവർ നല്ലോണം കുക്കായെന്ന് നോക്കും വേണം കേട്ടോ. കോളിഫ്ലവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി തോന്നി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ലിഡൊന്ന് തുറന്നിട്ടൊന്ന് കോളിഫ്ലവർ ഒന്ന് നോക്കുക. നല്ല സോഫ്റ്റായി കയ്യിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് പൊട്ടി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ആ പരുവത്തിലാവുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒന്ന് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം വറ്റണ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് ഇച്ചിരി ചാറ് വേണമായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് അത്രയ്ക്കും ഇത് വറ്റിച്ച് കളഞ്ഞിട്ടില്ല. ബട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഒന്നുകൂടി കട്ടിയാവണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലോണം വെള്ളം പോകണം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്തായാലും നല്ല സൂപ്പർബായിട്ടുള്ള കോളിഫ്ലവർ മസാലയാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ നല്ല സൂപ്പർബായിട്ടുള്ള കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടമാവും എന്നുള്ളത് ഉറപ്പാണ് എനിക്ക് കേട്ടോ. നിങ്ങൾക്ക് മസാലയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് സൂപ്പർബായിരിക്കും, നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആവും വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ പുതിയ റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ചു കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.